നമസ്കാരം. കർണാടക ഷിരൂരിൽ നടന്ന ആ ഒരു മണ്ണിടിച്ചലും അതിൽ കാണാതായ അർജുന്റെ ന്യൂസുകളും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ലൈവിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു സൂചകമായിട്ട് ഇന്ന് 9-ാം നാളിൽ ആ വണ്ടി ഇരിക്കുന്ന കറക്റ്റ് എക്സാക്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന മണ്ണിന്റെ ആ റോഡിന്റെ സൈഡിലേക്ക് ആ മണ്ണിന്റെ അടിയിലാണ് ഈ വണ്ടി കിടക്കുന്നത്. ആ മണ്ണിന്റെ അടിയിൽ ഇനിയും കുറച്ച് മീറ്റർ അകത്തോട്ടാണ് വണ്ടി കിടക്കുന്നതെന്നാണ് നിഗമനം. പക്ഷെ അതിനകത്തോട്ട് അടിയൊഴുക്ക് കൂടുതലായതുകൊണ്ട് അവർക്ക് ഡൈവ് ചെയ്ത് സെർച്ച് ചെയ്യാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇന്നിപ്പോൾ തൽക്കാലം അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും കൂടുതൽ സജ്ജീകരണത്തോടുകൂടി ആ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതാണ് MLA വരെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കര രീതിയിൽ സജീവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട്. ആർമി ആയിക്കോട്ടെ, NDRF, SDRF അങ്ങനെയുള്ള കുറെ പേര് ഇപ്പം നിലവിൽ എല്ലാം ഒരു സമ്മർദ്ദത്തിന്റെ പുറത്ത് ഇപ്പൊ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇതൊരു മലയാളിയാണ് പെട്ടത്, മലയാളി അല്ല ഇതിനകത്ത് എന്നുണ്ടെങ്കിൽ ഇത് ആസ് യൂഷ്വൽ ഇപ്പൊ പോലെ അവർക്ക് റോഡ് അപ്പുറം കോരി മാറ്റി വഴി യോഗ്യമാക്കും. പെട്ടെന്ന് അതിന്റെ അകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ, ഇനിയിപ്പോ ആരെങ്കിലും വണ്ടി കിടപ്പുണ്ടോ, അതൊന്നും നോക്കുക പോലുമില്ല. ഇതാണ് അവസ്ഥ. എന്നാൽ അവിടത്തെ കിട്ടുകയായിരിക്കാം എപ്പോഴെങ്കിലും ഒരാൾ ജീവൻ നഷ്ടപ്പെട്ടിട്ട്. കാരണം അർജുൻ പറഞ്ഞ ഒരാൾ അതിനകത്ത് പെട്ടിട്ട് മണ്ണിടിച്ചല് വണ്ടിയകത്ത് പോയിട്ട് പെട്ടിന് ദൃക്സാക്ഷികളടക്കം വിവരം കൊടുത്തിട്ടടക്കം ഒരു 2 ഹിറ്റാച്ചി കൊണ്ട് 2 ടിപ്പറും കൊണ്ട് വന്ന് ലോഡ് വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടി നിന്ന ഒരു സംഘം ആൾക്കാരാണ്. ഒരു ലാൻഡ് സ്ലൈഡിങ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരിനെ കൊണ്ടാണ് ഫസ്റ്റത്തെ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ കോടതിയിൽ ഇടപെട്ടിട്ടുണ്ട്. കോടതി ഇടപെട്ടപ്പോൾ അതിന് റിപ്പോർട്ടെല്ലാം സമർപ്പിച്ചു. ഞങ്ങളുടെ ഭാഗത്തൊക്കെ കറക്റ്റാണെന്ന് കണ്ട് സർക്കാർ ക്ലിയർ ചെയ്ത് ക്ലീൻ ചിറ്റ് കൊടുത്തു. 9 ദിവസമായിട്ട് കറക്റ്റായിട്ടാണ് പോയിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോഴാണ് എല്ലാ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വം വരെ കറക്റ്റ് ലെവലിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴാണ് ഈ പ്രവർത്തനം ഫസ്റ്റേ തുടങ്ങിയതാണെങ്കിൽ, ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്തേ തുടങ്ങിയതാണെങ്കിൽ ഇപ്പോൾ 4-ാമത്തെ ദിവസം ഇപ്പോൾ റോഡും ക്ലിയർ ആയിട്ടുണ്ടാവും, ഈ പരിപാടിയും തീർന്നുണ്ടാവും. നമുക്ക് അർജുനെ ജീവനോടെ തന്നെ എടുക്കാനുള്ള ഒരു സാധ്യത അപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇല്ലാന്നല്ല. കാരണം ഇതേപോലെ മുൻപും കുടുങ്ങിക്കിടന്നവരും എല്ലാവരും ഇതേപോലെ എന്തൊരു മിറാക്കിൾ എന്ന് പറയാ തിരിച്ചു വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നിലവിലുണ്ട്. ഇതും അങ്ങനെ ആവട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഞാനടക്കമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് അത് നിലവിൽ ഇരിക്കുന്നത്. പക്ഷെ ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ സമയത്ത് അപ്പുറത്തെ കരയിൽ ഇതിന്റെ ഒരു ഓളം വന്നിട്ട് ഒരു പനപ്പൊക്കോ തെങ്ങിന്റെയൊക്കെ പകുതി വരെയുള്ള ഹൈറ്റിൽ വെള്ളം കയറി വീട് നശിച്ചു പോയി. കഴിഞ്ഞ ദിവസം ആ ഒരു സ്ത്രീന്റെ മൃതദേഹം കിട്ടി. സോണി ഗൌഡ എന്ന് പറഞ്ഞ ഒരു 60-കാരി സ്ത്രീന്റെ മൃതദേഹം കിട്ടി. അത് സംസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിന്റെ ഇടയിൽ ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു ന്യൂസും കൂടി ഇടയിൽ കൂടെ വരുന്നുണ്ട്. അതും എത്രത്തോളം ഇതാണെന്ന് അറിയാം. പക്ഷെ അവിടത്തെയുള്ള ആൾക്കാർ നിലവിൽ അത് ടാങ്കർ പൊട്ടിത്തെറിച്ചു, അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് ഞങ്ങളുടെ മേലെ ആ ചൂടുവെള്ളവും കാര്യങ്ങളെല്ലാം വന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു ടാങ്കർ കയറ്റിയപ്പോൾ അതിൽ ഫുൾ ഇന്ധനം ഉണ്ടായിരുന്നു. മറ്റൊരു ടാങ്കർ കയറ്റിയപ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കമ്പനിക്കാർ പറഞ്ഞത്. അത് ചോർച്ചയുണ്ട്, ചോർച്ച അടച്ച ശേഷമാണ് കരയ്ക്ക് അടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നത്. അതിൽ താഴെ കുറെ കമന്റുകൾ വന്നത്. അതിന് പുറമെയാണ് രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു മലയാളി, ആരൊരു സിവിലിയനാണ്. പുള്ളിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇവിടെ നിന്ന് പോയി അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തി. പുള്ളിന്റെ ഒരു നിഗമനം പറഞ്ഞു, വണ്ടി ഇതിനകത്ത് തന്നെയുണ്ട്, കരയിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നിട്ട് ഇപ്പൊ വണ്ടി ആ ഒരു സ്ലൈഡ് എന്ന് വെച്ചാൽ കരയിലും വെള്ളത്തോടും ചേർന്നിട്ട് ആ ലക്ഷ്മണൻ പറഞ്ഞ ആളുടെ ചായക്കടനോട് പരിസരത്താണ് ഈ വാഹനം കിടക്കുന്നത് പറഞ്ഞപ്പോൾ താഴെ വരുന്ന കമന്റുകൾ മൊത്തം രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരാളിന്റെ തെറി പറഞ്ഞുകൊണ്ടാണ്. അവനാണ് ഇവിടുത്തെ മൊത്തം തിരിച്ചത്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ ലോറി ഉടമനൊക്കെ പറഞ്ഞിട്ട് വരുന്നത്, ലോറി ഉടമയ്ക്ക് വണ്ടി കിട്ടിയാൽ മതി, ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ്, ഇതാണ് വീട്ടുകാരനെ കുറെ തെറി പറയാ. ഒരു മനുഷ്യജീവൻ അതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഈ പറയുന്ന 4 ചുമരിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കമന്റ് ഇടുന്നവർക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് പോയി അവിടെ പോയി സെർച്ച് ചെയ്യാൻ പറ്റുമോ? രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി 500-600 കിലോമീറ്ററുകൾക്ക് അപ്പുറം പോയി സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് അവിടെ പോയി തെരച്ചിലെടുക്കാൻ കാണിക്കുന്ന മനസ്സ് ഈ കമന്റ് ഇടുന്നവർക്കുണ്ട്. എല്ലാവർക്കും ഒരു ഊഹാപോഹമാണ് ഇത് എവിടെയാണെന്നുള്ളത്. കാരണം അതിന്റെ ലാസ്റ്റ് സിഗ്നൽ ലഭിച്ച സമയത്ത്, നമ്മുടെ GPS സിഗ്നൽ സമയത്ത് ആ ഒരു ലൊക്കേഷനാണ് കാണിച്ചത്. അതിന്റെ പുറത്താണ് മനാഫായാലും രഞ്ജിത്ത് ഇസ്രയേലായാലും പറഞ്ഞത് ഇത് ചിലപ്പോൾ ഇവിടുത്തെ കരയിൽ തന്നെ ഉണ്ടാവാം എന്നുള്ളത്. എല്ലാവരും ഒരു അനുമാനമാണത്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്താണ് പോയി എന്ന് പറഞ്ഞ് ഞാൻ ആ സ്ഥലത്ത് നോക്കിയാൽ പറയും. കാരണം ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ സമയത്ത് എല്ലാ മണ്ണും എന്താ പറയാ, ഈ റോഡിലുള്ള മണ്ണ് മൊത്തം തട്ടിയത് ഈ പറഞ്ഞ ഇപ്പോ സെർച്ച് ചെയ്ത് അർജുൻ കിടക്കുന്നു എന്ന് എല്ലാ ചാനലുകാരും പുറത്തുവിടുക, അല്ലെങ്കിൽ ഇപ്പൊ അവിടുത്തെ സർക്കാർ പോലും ഉറപ്പിച്ച സ്ഥിതിക്ക് ആ ഒരു ലെവലിലാണ് അവിടെ തന്നെയായിരുന്നു ഈ മൺകൂനകളെല്ലാം കൂട്ടിക്കൊണ്ടിരുന്നത്. അപ്പോ സഹോദരി ഭർത്താവ് ഇപ്പോ വണ്ടി പുള്ളിന്റെ തന്നെയാണെന്ന് ഒരു ഏകദേശം 90% നിജപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ആരെന്താണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. എന്തായാലും ജീവനോടെ തന്നെ തിരിച്ചു കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യാശ. അപ്പോ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളും, കാരണം മീഡിയക്കാർ നമുക്കറിയാം 24/7 അവരിന്റെ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് അത്രയും നല്ല എഫേർട്ടാണ് അവർ എടുക്കുന്നത്. കാരണം ഒരു മലയാളി ജീവൻ, സ്വന്തം സഹോദരൻ, സ്വന്തം കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള ലെവലിൽ എല്ലാവരും നിൽക്കുന്നുണ്ട്. നമ്മളും ശ്വാസോടക്കി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം ജീവനോടെ തിരിച്ചു കിട്ടട്ടെ ആ ഒരു ജീവനെ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ഭരണകൂടത്തിന്റെ ഒരു കെടുകാര്യസ്ഥത എന്നുവെച്ചാൽ ഒരു നിരുത്തരപരമായിട്ടുള്ള ഒരു പെരുമാറ്റം, അത് തന്നെയാണ് ഇത്രയും വൈകിപ്പിക്കാനുള്ള കാരണം. അഥവാ അർജുൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി അല്ലെങ്കിൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് നമ്മുടെ കർണാടക ഗവൺമെന്റ് തന്നെയാണ്. ഇത്രയും ഒരു അലക്ഷ്യമായിട്ടുള്ള തെരച്ചിൽ നടത്തിയത് ഒരു ഡ്രൈവറിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആർക്കാണ് ഇത്ര പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ SP-മാരും ഉദ്യോഗസ്ഥരൊക്കെ പറയുമ്പോൾ അവർക്ക് ആർക്കും അറിയുന്നില്ല ഇതിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യ ജീവനാണെന്നുള്ളത്. അവർക്ക് അതൊക്കെ വെറും ഒരു എന്താ പറയാ, ഇവിടുന്ന് കോരി അവിടെ കൊണ്ടുവരുന്ന ഒരു വേസ്റ്റ് എന്നുള്ള ലെവലിലാണ് അവർ അതിനൊക്കെ കാണുന്നത്. പറയാൻ പറ്റും, ചിലപ്പോൾ അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അവരൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ലാൻഡ് സ്ലൈഡിങ്. കാരണം കേരളം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സംസ്ഥാനത്ത് എന്തൊക്കെ തരം ഫെസിലിറ്റീസ് വേണോ അവിടെയാണ് നമുക്ക് കേരളത്തിന് അഭിമാനം കൊള്ളാം എന്നുള്ള ഒരു ലെവല്. കാരണം ഏത് തന്നെ ആയാലും അതിന്റെ അവസാനം കാണുന്നവരെ ഒരു ഊണ് ഉറക്കൂല്ലാതെ നാട്ടുകാരായാലും അതിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പുറകിൽ നിൽക്കുന്നത് കണ്ടിട്ട് നമുക്ക് അത്രയും ഒരു ഇതൊക്കെയാണ്. വിമർശനങ്ങൾ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ. പക്ഷെ കേരളത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഇതാണ് നമ്മൾ പല ഇൻസിഡന്റുകളിലും നമ്മൾ നിലവിൽ കണ്ടിട്ടുള്ളത്. അപ്പോ അർജുന്റെ സഹോദരി ഭർത്താവ് വരെ നമ്മൾ ഒന്ന് കേൾക്കാം. സഹോദരി ഭർത്താവ് ജിതിനാണോ അപ്പോൾ ഉള്ളത്? ജിതിൻ, ഇന്ന് രാവിലെ ജിതിൻ അവിടെയുണ്ട്. ഇന്ന് നമ്മൾ 8 ദിവസം നമ്മളിവിടെ നിൽക്കായിരുന്നു, ഒന്നും കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ ശുഭകരമായ വാർത്തയാണോ എന്നറിയില്ല, പക്ഷെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്ന് ഇത്രയും ദിവസം കാത്തിരിപ്പിന് ശേഷം ഇന്നാണ് ഒരു ഫൈൻഡിങ് എന്ന് പറഞ്ഞത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അറിയാൻ പറ്റിയത് നാളെ വണ്ടി, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലെ വണ്ടിയാണെങ്കിൽ നാളെ തന്നെ അത് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. നാളെ നോക്കാം, ദൈവം എന്താണോ എങ്ങനെയാണോ നമുക്ക് അർജുനെ തരുന്നത് അത് ഞങ്ങൾ സ്വീകരിക്കും. 9 ദിവസമാണ്, അപ്പോൾ ആ തിരിച്ചറിവൊക്കെ നമുക്കുണ്ട്, ഉറപ്പായും ഉണ്ട് അല്ലേ? അതെ, നമ്മൾ അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതെ, നമുക്ക് എങ്ങനെ അറിയില്ല. ജിതിൻ, ഇന്ന് അപ്പോഴേ വലിയ ഒഴുക്കാണ്. അപ്പോൾ ഇന്നേക്കൊന്ന് രാത്രിയോടുകൂടി അതിൻ്റെ ചെയ്യാനുള്ള ചാൻസേ ഉള്ളൂ, നാളെ പിന്നെ തുടങ്ങുള്ളൂ അല്ലേ? അതെ, അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് 11 മണി വരെ വർക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നാളെ പിന്നെ അത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാലാവസ്ഥ ഒരു തടസ്സമുണ്ട്, പുഴയിൽ ഒഴുക്ക് കൂടുതലാണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നാളെ നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കാം. ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പ് എന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയാത്തതിനെ പ്രതീക്ഷിക്കുക എന്നൊരു വാക്കുണ്ട്. നമുക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി നാളെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എല്ലാം കേരളത്തിനൊന്നാകും. കാര്യം വലിയ പ്രാർത്ഥന അർജുന് വേണ്ടി കേരളത്തിലെമ്പാടും വരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും വരുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാമല്ലേ? അതെ, പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം, അതാ പറയാനുള്ളത്. എല്ലാവരും പ്രാർത്ഥനയുണ്ട്, എല്ലാവരുടെ ആ ഒരു ഇത് നിലവിലുണ്ട്. വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ആ ജീവൻ എങ്ങനെയെങ്കിലും, അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താണോ നമുക്ക് ഏത് രൂപത്തിലാണോ കിട്ടണമെന്ന് അറിയില്ല, പക്ഷെ അവിടെ നിന്ന് എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവന് ഒന്നും കൂടി ഒരു കരുത്തേൽക്കുക എന്നല്ലാതെ ഈ വിമർശനങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം. അതെല്ലാം അതിനുശേഷം മതി അവരെ കുറ്റപ്പെടുത്തുക. കാരണം നടന്നു പോയി, ഇനിയിപ്പോൾ അതിന് പഴിചാരിയിട്ട് കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗത്ത് തെറ്റ്, അതിന്റെ ഭാഗത്ത് ശരി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, നടക്കേണ്ടത് നടന്നുപോയി. എന്നാലും നമുക്ക് അർജുനെ ജീവനോടെ തന്നെ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞ പ്രതീക്ഷ
ആരും തെറി പറയാതിരിക്കുക. കാരണം ഞാൻ കുറെ ഇതിൽ കമന്റ് ആയിട്ട് വായിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ ഒരു രക്ഷാപ്രവർത്തനങ്ങളുടെ NDRFന്റെ കൂടെയൊക്കെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരാളിനെയൊക്കെ തെറി പറയുന്ന പോലെയുള്ളൊരു കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. വെറുതെ ഒരാളിനെ തെറി പറയണ്ട. കാരണം പുള്ളിന്റെ എല്ലാ ഊഹാപോഹമാണ്. പുള്ളി കാണിച്ച മനസ്സ് കണ്ട ആരും കാണിക്കില്ല ഈ കമന്റ് ഇടുന്നവരൊന്നും. അതുകൊണ്ട് നമുക്ക് അർജുനെ തിരിച്ചു കിട്ടട്ടെ എന്നുകൊണ്ട് പ്രതീക്ഷിക്കാം. നാളേക്ക് അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു വാർത്ത തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു.